മന്ത്രിസഭ രൂപീകരിച്ച് ആദ്യമായിട്ട് നിങ്ങൾ അതിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുതും. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിശ്വാസികളോടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹൈന്ദവരായ എല്ലാ വ്യക്തികളോടും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശബരിമല കാര്യങ്ങളെല്ലാം അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നു. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കുമോ? കാരണം പിണറായി സർക്കാർ ശരിക്കും ഒരുപാട് അയ്യപ്പന്മാരെ, ഒരുപാട് വിശ്വാസികളെ, പ്രായഭേദമന്യേ എല്ലാവരെയും പിണറായി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. നിരവധി പോലീസുകാർ ഒരുപാട് അയ്യപ്പന്മാരെ മൃഗീയമായി തല്ലുന്നത് നമ്മളെല്ലാം ജനം TV വഴി കണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം വരുന്ന അയ്യപ്പന്മാരെ നമ്മളെല്ലാവരും, പോലീസുകാരാണെങ്കിൽ ആരെങ്കിലും സ്വാമിയെന്നേ വിളിച്ചിട്ടുള്ളൂ. ആ സ്ഥാനത്താണ് അവരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. അപ്പം അവരുടെയൊക്കെ പേരിൽ പിണറായി സർക്കാർ എടുത്തിരിക്കുന്ന കേസുകളെല്ലാം നിങ്ങൾ എഴുതി തള്ളുമെന്നൊരു വിശ്വാസം ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുമല്ലോ. നിങ്ങൾ വിശ്വാസികൾക്കെല്ലാം നിങ്ങളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണല്ലോ നിങ്ങൾക്ക് രണ്ടർത്ഥത്തിലാണ് വോട്ട് കിട്ടിയിരിക്കുന്നതും നിങ്ങൾ ജയിച്ചു വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഭരണത്തിൻ്റെ തുടക്കം അതൊരു ശുഭലക്ഷണമായിട്ട്, ഒരു ഐശ്വര്യമായിട്ട് ഈ പിണറായി സർക്കാർ എടുത്തിരിക്കുന്ന സാധുക്കളായ വിശ്വാസികളായ അയ്യപ്പന്മാരുടെ പേരിലുള്ള എല്ലാ കേസുകളും നിങ്ങളത് ക്യാൻസൽ ചെയ്യണം, എഴുതിത്തള്ളണം, അവരെ സ്വതന്ത്രരാക്കണം. കാരണം അതൊരു വലിയൊരു ശാപം തന്നെ ആയിരിക്കും. കാരണം അയ്യപ്പന്മാർ വ്രതം നോറ്റ് അവിടെ വന്നതാണ്. അതിനെക്കുറിച്ച് അയ്യപ്പനോട് സത്യത്തിൽ പറഞ്ഞാൽ ആരും നിന്ദിക്കാതിരിക്കുക, ഒന്നിച്ചേലിൽ നിന്ദിക്കാതിരിക്കുക. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒപ്പമുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണെങ്കിലും, അല്ലെങ്കിൽ എന്ത് എതിർപ്പുകൾ വന്നാലും, എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് കടമ്പകൾ കടക്കേണ്ടി വന്നാലും വേണ്ടിയില്ല, നിങ്ങളുടെ ഭരണ സമയത്ത് നിങ്ങളുടെ ആദ്യ തുടക്കം ഐശ്വര്യപ്രദമായി തന്നെ അയ്യപ്പന്മാരുടെ പിണറായി സർക്കാർ എടുത്തിരിക്കുന്ന കേസുകൾ നിങ്ങളത് ക്യാൻസൽ ചെയ്യും എന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ട്. എല്ലാ ഹൈന്ദവർക്കും വിശ്വാസമുണ്ട്. എല്ലാ അയ്യപ്പ ഭക്തർക്കും, എല്ലാ വിശ്വാസികൾക്കും 100% നിങ്ങൾ ഉറപ്പുണ്ട്. അത് നിങ്ങൾ ചെയ്യുമല്ലോ, നിങ്ങൾ ചെയ്തിരിക്കണം. അതായിരിക്കും അതിൻ്റെ ഒരു പുണ്യവും ഐശ്വര്യവും.